Hi, good morning. 9th class English 3rd lesson. Nothing twice എന്ന് പറയുന്ന വിസ്ലോവ സിംബോസ്കിയുടെ മനോഹരമായ ഒരു കവിതയാണ് നമ്മൾ ഇന്നിവിടെ പറയാനായിട്ട് പോകുന്നത്. ആദ്യം എഴുത്തുകാരിയുടെ ചെറിയൊരു വിവരണം ശ്രദ്ധിക്കാം. വിസ്ലോവ സിംബോസ്ക ഈസ് ദ റിനൗൺഡ് പോളിഷ് പോയറ്റ് ആൻഡ് എസ്സേയിസ്റ്റ്. വിസ്ലോവ സിംബോസ്ക പ്രശസ്തമായ പോളിഷ് കവിയും അതുപോലെ എസ്സേയിസ്റ്റുമാണ്. She was born in Provence, Western Poland on 2 July 1923. 1923 ജൂലൈ 2 പടിഞ്ഞാറൻ പോളണ്ടിലെ പ്രൊവൻറ്റിലാണ് വിസ്ലോവ സിംബോസ്ക ജനിക്കുന്നത്. Her poetry is celebrated for its intellectual depth, wit and precision. അവരുടെ കവിത വളരെ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്, ആഘോഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്തിൻ്റെയൊക്കെ വിഷയത്തിലാണ്? ഫോർ ഇറ്റ്സ് ഇൻ്റലക്ച്വൽ ഡെപ്ത്, wit and precision. അല്ലേ, അവരുടെ ഭൗതികമായ ആഴം, അതുപോലെ അവരുടെ കവിതയിലെ കൃത്യത തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം അവരുടെ കവിത ഒരുപാട് ആഘോഷിക്കപ്പെട്ടതാണ്. Some of her notable works include Calling Out to Earth, Salt, No End of Fun, etc. അവരുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കൃതികളാണ് Calling Out to Earth, Salt, No End of Fun, etc. ഇങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ, കൃതികൾ ആൾക്കുണ്ട്. She was awarded the Nobel Prize for Literature in 1996. 1996 അവർക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് എഴുത്തുകാരിയെക്കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, നമുക്ക് കവിതയിലോട്ട് പോകാം. നത്തിങ് ട്വൈസ്. ഒന്നും രണ്ട് തവണയില്ല. ഒരു കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ രണ്ട് തവണ സംഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഒന്നാമത്തെ സ്റ്റാൻസ പറയുന്നത് നത്തിങ് ക്യാൻ എവർ ഹാപ്പൻ ട്വൈസ്. In consequence, the sorry fact is that we arrive here improvised and live without the chance to practice. എന്താണ് ഒന്നാമത്തെ സ്റ്റാൻസ് പറയുന്നത്? Nothing can ever happen twice. ഒന്നും രണ്ട് തവണ സംഭവിക്കുന്നില്ല. ഒന്നും രണ്ട് തവണ ഒരേ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നില്ല. In consequence, തൽഫലമായി, the sorry fact is, ഖേദകരമായ അല്ലെങ്കിൽ സങ്കടകരമായ വസ്തുത എന്തെന്നാൽ, സത്യം എന്തെന്നാൽ, that we arrive here improvised and live without the chance to practice. ഒരു മുൻകൂർ ആസൂത്രണമോ അല്ലെങ്കിൽ ഒരു തയ്യാറെടുപ്പോ കൂടാതെയാണ് നമ്മൾ ഇങ്ങോട്ട് ഈ ലോകത്തോട്ട് വരുന്നത്. മാത്രമല്ല, എന്തെങ്കിലും ശ്രമിക്കാനുള്ള അവസരമില്ലാതെ നമ്മൾ ഇവിടെ നിന്ന് അല്ലെങ്കിൽ ഈ ലോകത്ത് നിന്ന് പോവുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ സ്റ്റാൻസ പറയുന്നത്. ഇനി സെക്കൻഡ് സ്റ്റാൻസ് നോക്കാം. Even if there is no one tomorrow, if you are the planet's biggest dance, you can repeat the class in summer. This course is only offered once. Even if there is no one tomorrow, if you are the planet's biggest dance, നിങ്ങളെക്കാൾ വിഡി മറ്റാരുമില്ലെങ്കിലും, അതായത് നിങ്ങൾ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണെങ്കിലും, യു ക്യാൻ റിപ്പീറ്റ് ദ ക്ലാസ് ഇൻ സമ്മർ. നിങ്ങൾക്കൊരിക്കലും വേനൽക്കാലത്തെ ക്ലാസ് ആവർത്തിക്കാൻ കഴിയില്ല. അതായത് നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ പാഠങ്ങൾ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യാൻ, വീണ്ടെടുക്കാൻ കഴിയില്ല. ദിസ് കോഴ്സ് ഈസ് ഓൺലി ഓഫേർഡ് വൺസ്. കാരണം ഈ കോഴ്സ് ഒരിക്കൽ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. അതായത് ജീവിതം ഒരിക്കൽ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പാഠങ്ങൾ, എക്സ്പീരിയൻസുകൾ, നല്ല നല്ല മൊമെൻറ്റ്സുകൾ ഒന്നും വീണ്ടെടുക്കാനായിട്ട് കഴിയുന്നില്ല, വീണ്ടെടുക്കാനായിട്ട് റിപ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. അപ്പോൾ ക്ലാസ്സിൽ മോശമായിട്ടുള്ള മണ്ടനായിട്ടുള്ള ഒരു കുട്ടിയെ നമുക്ക് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് അവനെ ഓക്കെ ആക്കാം. ബട്ട് ജീവിതമാകുന്ന കോഴ്സ് അത് ഒരിക്കൽ മാത്രമേ ഓഫർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടു പോയതൊന്നും റിപ്പീറ്റ് ചെയ്യാൻ, വീണ്ടെടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. Then third stanza. No day copies yesterday. No two nights will teach what bliss is. In precisely the same way, with precisely the same kisses. No day copies yesterday. ഓരോ ദിവസവും ഇന്നലെയുടെ പകർപ്പുകളല്ല. ഓരോ ദിവസവും അതിന് മുമ്പുള്ളതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമാണ്. No two nights will teach what bliss is, in precisely the same way, with precisely the same kisses. രണ്ട് രാത്രികൾ ഒരേ രീതിയിൽ
ഒരേ ചുംബനങ്ങളോടെ ആനന്ദം അല്ലെങ്കിൽ സന്തോഷം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കില്ല. ഓരോ രാത്രിയും ഒരേ രീതിയിലല്ല കടന്നു പോകുന്നത്, തീർത്തും വ്യത്യസ്തമാണ്. ഓരോ സന്തോഷങ്ങളും അല്ലെങ്കിൽ ഓരോ ആനന്ദങ്ങളും വ്യത്യസ്തമാണ്. ഒന്നും ഒരേ രീതിയിലല്ല സംഭവിക്കുന്നത്. ഫോർത്ത് സ്റ്റാൻസ. One day, perhaps some idle tongue mentions your name by accident. I feel as if a rose were flung into the room, all hue and scent. One day, perhaps some idle tongue mentions your name by accident. ഒരു ദിവസം യാദൃശ്ചികമായി ആരെങ്കിലും നിങ്ങളുടെ പേര് പരാമർശിക്കുമ്പോൾ I feel as if a rose were flung into the room, all hue and scent. അല്ലേ, ഒരു റോസാപ്പൂ അതിൻ്റെ നിറങ്ങളോടെയും സുഗന്ധങ്ങളോടെയും എൻ്റെ മുറിയിലേക്ക്, എൻ്റെ റൂമിലേക്ക് എറിയുന്നത് പോലെ എനിക്ക് അനുഭവപ്പെടുന്നു. The next day, though you are here with me, I can't help looking at the clock. A rose, what could that be? Is it a flower or a rock? The next day, though you are here with me, I can't help looking at the clock. എന്നാൽ അടുത്ത ദിവസം നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ പോലും ഐ ക്യാൻ ഹെൽപ്പ് ലുക്കിംഗ് അറ്റ് ദ ക്ലോക്ക്. എനിക്ക് ക്ലോക്കിലേക്ക് നോക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇതിനോടകം നിങ്ങൾ ഞാൻ മറന്നിരിക്കാം. ഇന്നലെ ചില കാര്യങ്ങൾ നടന്നിരുന്നു അല്ലേ, റോസാപ്പൂ റൂമിലേക്ക് എറിയുന്നത് പോലെയുള്ള അനുഭൂതിയൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ മറ്റൊരു ദിവസം ആഴപ്പോഴേക്ക് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൂടി സമയം കടന്നു പോകാൻ ഞാൻ ക്ലോക്കിലേക്ക് നോക്കിയിരിക്കും. എ റോസ്, വാട്ട് കുഡ് ദാറ്റ് ബി? ഈസ് ഇറ്റ് എ ഫ്ലവർ ഓർ എ റോക്ക്? ഒരു റോസോ അത് എന്താണ്? പൂവാണോ പാറയാണോ? ഒന്നും അറിയാത്ത രീതിയിൽ, ഒന്നും സംഭവിച്ചിട്ടല്ലാത്ത രീതിയിലൊക്കെ ഒരുപക്ഷെ ഞാൻ ചോദിച്ചേക്കാം. കാരണം ഇന്നലെ നടന്നത് അതേമാതിരി ഒരുപക്ഷെ ഇന്ന് സംഭവിച്ചു കൊള്ളുന്നില്ല, നടന്നു കൊള്ളണമെന്നില്ല. നെക്സ്റ്റ് സ്റ്റാൻസ. Why do men treat the fleeting day with so much needless fear and sorrow? It is in its nature not to stay. Today is always gone tomorrow. Why do we treat the fleeting day with so much needless fear and sorrow? എന്തിനാണ് നമ്മൾ ക്ഷണികമായ ഓരോ ദിവസവും അനാവശ്യമായ ഭയത്തോടെയും അല്ലെങ്കിൽ സങ്കടത്തോടെയും കൈകാര്യം ചെയ്യുന്നത്, പെരുമാറുന്നത്? It is in its nature not to stay. അത് കാത്തു നിൽക്കാത്തത് അതിൻ്റെ സ്വഭാവമാണ്. കാലം ആർക്ക് വേണ്ടിയും കാത്തു നിൽക്കില്ല, അത് അതിൻ്റെ സ്വഭാവമാണ്. Today is always gone tomorrow. അല്ലെ, ഇന്നത്തെ ഓരോ ദിവസവും, ഇന്നത്തെ ഓരോ നിമിഷവും നാളെ ഇല്ലാതാകുന്നുണ്ട്. ഇന്നത്തെ നാളെയിലേക്ക് ചേർക്കുകയും അത് ഭൂതകാലത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഓരോ നിമിഷവും ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയാണ്. കവിതയിലെ ലാസ്റ്റ് സ്റ്റാൻസയാണ്. With smiles and kisses, we prefer to seek a cot beneath our star, although we were different, just as two drops of water are. With smiles and kisses, we prefer. പുഞ്ചിരിയിലൂടെയും ചുംബനത്തിലൂടെയും ആളുകൾ ഭൂമിയിൽ ഐക്യം തേടാനാണ്, അല്ലെങ്കിൽ ഐക്യത്തോടെ ജീവിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. ഏതുപോലെ? 2 തുള്ളി വെള്ളം പോലെ. അത് വ്യത്യസ്തമാണ്. മനുഷ്യർ വ്യത്യസ്തരാണെങ്കിലും മനുഷ്യർ ഐക്യം ഇഷ്ടപ്പെടും. അപ്പോൾ 2 തുള്ളി വെള്ളം എടുക്കുകയാണെങ്കിൽ 2 തുള്ളിയും വ്യത്യസ്തമാണ്, ബട്ട് അത് ഒരേപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെയാണ് മനുഷ്യർ ഓരോരുത്തരും എടുത്തു നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമാണ്. പക്ഷേ അവർ ഒരു ഐക്യത്തോടെയും ഐക്യത്തോടുകൂടെയും ബന്ധങ്ങളോടുകൂടെയും ജീവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ, ഈ കവിതയിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മറ്റു കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ നോക്കാം.